എല്ലാവർക്കും റെസിപ്പീസ് ഫോർ ഈസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി വടയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വട ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിനെ ഒരു ഗ്രേറ്ററിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഇതുപോലെ 2 ക്യാരറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റും ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ക്യാബേജിനൊപ്പം മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതും നല്ല കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും വെജിറ്റബിളിനൊപ്പം മാറ്റി വയ്ക്കാം. ഇനി ഈ വെജിറ്റബിളിനൊപ്പം ചേർക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെജിറ്റബിളിനൊപ്പം മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത ശേഷം വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് അമർത്തി കുഴച്ചെടുക്കണം. വെജിറ്റബിൾസ് ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് ഈ വെജിറ്റബിൾസിലുള്ള ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് കുഴച്ച് മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസിൽ നിന്ന് ധാരാളം ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. വട ഉണ്ടാക്കാനായിട്ട് ഇതുപോലെയാണ് വേണ്ടത്. ഇതുപോലെ ജ്യൂസ് കിട്ടാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് തന്നെ ഈ വട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണം. അപ്പം മാവ് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ വെജിറ്റബിൾസിൽ തന്നെ ഉണ്ടാവും. ഇനി ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതൊട്ടും എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ വടയ്ക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 ടീസ്പൂൺ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം. 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ളത് വലിയ ജീരകമാണ്. ഞാനിവിടെ 1/2 ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ്. പച്ചമുളക് ചേർക്കുമ്പോൾ നേരത്തെ മുളക് പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം മുളക് ചേർക്കാനായിട്ട്. ഇനി ഞാൻ ഇതുപോലെ കുറച്ച് മല്ലിയില കൂടെ എടുത്തിട്ടുണ്ട്. മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് കടലപ്പൊടിയും എടുത്തിട്ടുണ്ട്. പൊടികൾ ചേർക്കുമ്പോൾ വെജിറ്റബിൾസിലുള്ള വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ചാണ് ചേർക്കേണ്ടത്. അതുകൊണ്ട് പൊടികൾ ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കുഴച്ച ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിനെ മാറ്റി വെച്ച ശേഷം വട ഉണ്ടാക്കാൻ ആവശ്യമായ എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായോന്ന് അറിയാനായിട്ട് അല്പം മാവിട്ട് നോക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി വട ഉണ്ടാക്കിയെടുക്കാം. കയ്യിലൊരല്പം വെള്ളം നനച്ച ശേഷം ഇതുപോലെ ഓരോ ഉരുളയായിട്ടെടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
വട ഇതുപോലെ പരത്തി എണ്ണയിലേക്ക് ഇട്ട ശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. അപ്പോൾ അകവശം എല്ലാം നന്നായിട്ട് വെന്ത് പുറവശം നല്ല ക്രിസ്പി ആയിട്ട് നല്ല കളറിൽ വെന്ത് കിട്ടും. ഈ വട വെജിറ്റബിൾസ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിലും ഇത് കഴിക്കുമ്പോൾ ഈ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് കുട്ടികളും വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കും. ഒരു വശം വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ വശവും ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതുണ്ടാക്കാനായിട്ട് ക്യാരറ്റും കേബേജും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. വട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ വട ഉണ്ടാക്കിയെടുക്കാം. വടയെല്ലാം ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.